മോർണിംഗ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ അത്? ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ചുമ്മാ വെറുതെ ഒന്ന് വ്ലോഗ് ചെയ്യാന്നുള്ളത്. അല്ല, അയ്യോ, ഞാൻ എന്താ പറഞ്ഞത്? സാറ്റർഡേ ആണോ? നല്ല ബോധല്ലേ. ഇത് സൺഡേ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ജിമ്മിലൊന്നും പോകണ്ട. ബാൽക്കണിയിലേക്ക് കിടക്കുമ്പോൾ ഒരു നല്ലൊരു ചിൽ ഫീൽ ഉണ്ട് കേട്ടോ. അകത്ത് നല്ല ചൂടാണ്. അവിടെ എങ്ങനെയുണ്ട് ചൂട്? ഇവിടെ നല്ല ചൂടാണ് ഗോവയിൽ. വീട്ടിനകത്ത് പിന്നെ നമുക്ക് സഹിക്കാം, പുറത്ത് വെയിലിൻ്റെ ചൂട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഗോവയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഫുൾ സ്ലീവ്സ് എന്ന് വെച്ചാൽ ഉള്ളിലെന്തിട്ടുള്ളൂ, എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ സ്ലീവ്ലെസ് ഇതൊക്കെ ഇട്ടുള്ളൂ. പക്ഷെ ഫുള്ള് കവർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ജാക്കറ്റ് എന്തായാലും എടുക്കണേ. എന്നിട്ട് ഈ 2 വീലറിൽ നമ്മൾ മിക്കവാറും പോവാം. അങ്ങനെ ആകുമ്പോൾ എപ്പോഴും ആ ജാക്കറ്റ് ഇടാം. അതുപോലെ തന്നെ സ്കാർഫ് എടുത്തോളൂ. നല്ലോണം സൺസ്ക്രീൻ ഇടുക. അത് മുഖത്തും ബോഡിയിലും ഒക്കെ ഇടണം കേട്ടോ. അത്ര ചൂടാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻകുട്ടിയുടെ ഒരു സയൻസ് എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പാരൻസ് വരണം എന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടി 2 വീലറിൽ പോയി. അപ്പോൾ ഈ സൺസ്ക്രീൻ ഇട്ടിട്ട് വരെ എൻ്റെ കൈ പൊള്ളിപ്പോയി. അത്രയ്ക്ക് ചൂടായിരുന്നു. ശരിക്കും ഒരു ജാക്കറ്റും കൂടി ഉണ്ടായിരുന്നു. സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് മാത്രം കാര്യമില്ല കേട്ടോ. അത്ര വെയിലെന്ന് പറഞ്ഞാൽ പോലെ അത്ര വെയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിട്ടേ ഉള്ളൂ, പലപോലും തേച്ചിട്ടില്ല കേട്ടോ. പക്ഷെ എൻ്റെ മലയുടെ ലോക്കറ്റ് ഇവിടെ കുറേ പേർക്ക് ഈ മാല നല്ലോണം ഇഷ്ടപ്പെട്ടു. എവിടുന്നാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗോൾഡ് മേടിക്കാൻ പോയപ്പം എനിക്ക് അമ്മ മേടിച്ചെന്നതോ. ഇത് ഡയമണ്ടാണ് കേട്ടോ. നല്ലതാ. ഇതേ സ്ഥിരം ഇടുന്നുണ്ട് ഇപ്പോൾ. അതില്ലേ നമുക്കപ്പോൾ ഞാൻ ബ്രഷ് ചെയ്യട്ടെ. എന്നിട്ട് നമ്മളിന്ന് ക്യാൻറ്റീനിൽ പോകും. സൺഡേസ് ക്യാൻറ്റീനിൽ പോകും. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ആദ്യം ബ്രഷ് ചെയ്യട്ടെ. അപ്പോൾ ഞാനും കുട്ടിയും കൂടി ക്യാൻറ്റീനിൽ പോട്ടോ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഏട്ടൻ ക്യാൻറ്റീനിലേക്ക് വരുന്നുണ്ടാവും. ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. പിന്നെ അമ്മ എന്തായാലും വരുന്നില്ല എന്ന് പറഞ്ഞു. അമ്മയും ഞാനും ഇമ്മുക്കുട്ടിയും കൂടിയാണ് പോകാറുള്ളത്. എന്നിട്ട് ഏട്ടൻ അവിടെ നിന്ന് ജോയിൻ ചെയ്യും. ഓഫീസിൻ്റെ അവിടെ നിന്ന് നേരിട്ട് ക്യാൻറ്റീനിൽ അവിടേക്ക് വരും. അങ്ങനെ പറയും. പക്ഷെ ഇപ്പോൾ അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കുട്ടി സാൻഡ്വിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് പോവാം. ചായയും സാൻഡ്വിച്ചും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് പോവാം. സൺഡേസ് മാത്രമേ അമ്മ കുറച്ച് നേരം കിടക്കുള്ളൂ കേട്ടോ. സൺഡേ മാത്രം അമ്മ ഒരു 7-7:15 ആകുമ്പോഴേ എണീക്കുക. ബാക്കി എല്ലാ ദിവസവും 5:45 എണീക്കും. എന്നിട്ട് രാവിലെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഞാനത് ഉണ്ടാക്കി വയ്ക്കാം. എന്ത് സാൻഡ്വിച്ച് ഉണ്ടാക്കും? കുറേ എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം കേട്ടോ. ഞാനിങ്ങനെ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മളിവിടെ ഉണ്ടാക്കാറുള്ളതാണ്. മുട്ട വേവിച്ചിട്ടുള്ള എഗ് സാൻഡ്വിച്ച് നമുക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്ഥിരം സംഗതി മുട്ട വേവിക്കാൻ വയ്ക്കുക കേട്ടോ. ഇപ്പം എല്ലാ ദിവസവും രാവിലെ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് മുട്ട വേവിക്കാൻ വയ്ക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 2 തുള്ളി പോയി. പിന്നെ കവറ് അതിൽ കുറച്ച് പാല് ഒഴിച്ചിട്ട് മണി പ്ലാന്റിന് ഒഴിക്കും കേട്ടോ. മണി പ്ലാന്റ് നന്നായിട്ട് വളരുവേ. മുതലാവുന്നതല്ല എപ്പോഴും, കാരണം നമ്മളിത് തിളപ്പിക്കുന്ന പാലിലേക്ക് ഒഴിക്കണതാണ്. പക്ഷെ കുഴപ്പമില്ല. നമ്മൾ ചക്കര മണി പ്ലാന്റില്ല, നമ്മൾ വേറെ ഫെർട്ടിലൈസേഴ്സ് ഒന്നും യൂസ് ചെയ്യണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇത് ചായപ്പൊടി ഇടുന്നുണ്ട്. അത് കുറച്ച് അധികം ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് കടുപ്പുള്ളത് അമ്മയ്ക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് അധികം ചായപ്പൊടി ഇട്ട് കുറച്ച് പാലൊഴിച്ച് ചായ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഊറ്റിയെടുക്കാം കേട്ടോ. ചായയിൽ മാറ്റി ഊറ്റിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് ആറ്റിയെടുക്കാം. നന്നായിട്ട് ആറ്റിയെടുത്തിട്ടുള്ള ചായയാണ് ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടനും അമ്മയാണ് ആകെ ചായ കുടിക്കണത്. അതിപ്പോൾ ഏട്ടനും നിർത്തി ചായ കുടിക്കണത്. പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ. ഏട്ടൻ ഇടയ്ക്ക് മാത്രം കുടിക്കും, വല്ലപ്പോഴും. ഇനിയിപ്പോൾ ഈ ഷുഗർ ചാലഞ്ച് നിന്ന് കഴിഞ്ഞാൽ കുടിച്ചു തുടങ്ങുമായിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെ പലതരം വെള്ളങ്ങളോ അങ്ങനെ ഒന്നും കുടിക്കുന്നില്ല കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളം ചൂടുള്ള വെള്ളം കുടിക്കും. ജസ്റ്റ് ഓവനിൽ വെച്ചിട്ട് 30 സെക്കൻഡ് ഒന്ന് ചൂടാക്കും. എന്നിട്ട് വെള്ളം കുടിക്കും. എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യം വെള്ളം കുടിക്കാൻ. ഞാൻ എപ്പോഴും പറയാറില്ലേ. പക്ഷെ എന്തായാലും ഇപ്പം ഞാൻ 2 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ബോഡിക്ക് അത് മതിയെന്ന് ഞാനിപ്പോൾ ഉറപ്പിച്ചു. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഒരു ദിവസം വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല വ്ളോഗിൽ. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ചിട്ടാണ് വെള്ളം കുടിക്കേണ്ടത്. അതല്ലെങ്കിൽ നമുക്ക് പിന്നെ വേറെ അസുഖം വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 25 കിലോന് 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നോക്കിയാലും എനിക്ക് 2 ലിറ്റർ വെള്ളം മതി. അതല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴും അതെ. മുട്ട നമുക്ക് ഫുള്ളി ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ് വേണം. അതായത് മഞ്ഞ നമുക്ക് ഉടയ്ക്കണം. ആ രീതിയിലത്തെ
മുട്ട വേണം. എനിക്ക് ശരിക്കും മുട്ട ഇങ്ങനെ ഞാൻ ബോയിൽഡ് എഗ്ഗ് കഴിക്കുമ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ഉള്ളിലത്തെ യെല്ലോ കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടുന്ന പോലെ എടുക്കും. എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടം. ഞാൻ ഒരു ദിവസം ഒരു മുട്ട എന്തായാലും കഴിക്കും കേട്ടോ. പണ്ടൊന്നും ഞാൻ കഴിച്ചതില്ല. വർക്കൗട്ട് ചെയ്യുമ്പോൾ സാറ് പറഞ്ഞിട്ട് എന്തായാലും 10 മുട്ട കഴിക്കാൻ പറഞ്ഞു. 10 എനിക്ക് പറ്റില്ല. ഇപ്പോൾ ഞാൻ കൂട്ടി 2 മുട്ടയിലേക്ക് വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ സാറ് എന്നോട് പറഞ്ഞാൽ എന്നോട് മഞ്ഞ കഴിച്ചോളാണ്. ഞാൻ മഞ്ഞ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത്. വെയിറ്റ് ലോസിന് നോക്കുന്നതിൻ്റെ അടുത്ത് എനിക്ക് മഞ്ഞ വേണ്ട, വെള്ളം മാത്രം കഴിച്ചാൽ മതി എന്നാണ്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ 10 മുട്ടയുടെ വെള്ളയും 2 മുട്ട അങ്ങനെ തന്നെ 10 to 12 മുട്ട കഴിക്കാൻ പറഞ്ഞു. ഞാൻ കഷ്ടി 2 കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് മഞ്ഞ നല്ല കട്ടിയുള്ളത് വേണം. ഞാൻ ഇപ്പോൾ വിസിൽ പറഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ എത്രയൊന്നും കട്ടിയിൽ കിട്ടുമെന്നുള്ളത് നോക്കാം. നമുക്കില്ലേ ഈ മഞ്ഞ മാറ്റിയിട്ട് പാത്രത്തിലേക്ക് ഇടാം. ഇത് ചെറുതായിട്ട് നുറുക്കാട് ഭയങ്കര സിമ്പിളാണ്, ഒന്നുമില്ല. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ് ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 മുട്ടയുടെ വെള്ളി നമ്മളിങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാനിൽ ബട്ടർ പുരട്ടിയിട്ട് നമുക്ക് ബ്രെഡ് അതിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ബ്രൗൺ ബ്രെഡാണ്. കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത് വേണമെങ്കിൽ മൾട്ടിഗ്രെയിൻ ബ്രെഡ് ഇല്ലേ, അത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആദ്യം നമ്മൾ ബ്രൗൺ ബ്രെഡാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അല്ലേ ഇത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ പറയണം ബ്രൗൺ ബ്രെഡ് പോരാതെ. അങ്ങ് ഓരോ കാലഘട്ടത്തിലും ഓരോ പോലെയാണ്. എന്തായാലും മുട്ടയുടെ മഞ്ഞയും അതേപോലെ തന്നെ വെള്ളയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ സോസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സിനമൺ പൗഡർ മസാല എന്തെങ്കിലും വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. പെപ്പർ പൗഡർ, പിന്നെ പിസ്ത സീസണിങ് ഇല്ലേ, ഒറിഗാനോ, അതൊക്കെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ കുറച്ചും കൂടി അധികം സ്പൈസി ആകണമെങ്കിൽ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. കൂടുതൽ ആളുകൾ മായോ ആണ് കേട്ടോ ആഡ് ചെയ്യുക. പക്ഷേ നമ്മൾ മായോ വീട്ടിൽ മേടിക്കാറേ ഇല്ല, ഉപയോഗിക്കാറേ ഇല്ല. വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് അത് മിക്സ് ചെയ്തിട്ട് മുട്ടയിൽ മിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊരു ഇങ്ങനെ പേസ്റ്റി കൺസിസ്റ്റൻസി ആവുമല്ലോ. എന്നിട്ട് നമ്മൾ ബ്രെഡിൻ്റെ ഇടയിൽ വെച്ചിട്ട് സാൻഡ്വിച്ച് ആക്കി മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു ബനാന നേന്ത്രപ്പഴം കഴിച്ചുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് നേരം എഡിറ്റ് ചെയ്തതിന് ശേഷം മീമുക്കുട്ടിയെ വിളിക്കാൻ വിചാരിച്ചിട്ടാ. അധികമൊന്നുമില്ല. ഇന്നിപ്പോൾ നമുക്കൊരു ഷോർട്സ് ഇടാണ്ട് അത് ഇട്ട് ഞാൻ ഇരിക്കണം കണ്ടോ. ഇങ്ങനെ ഇരിക്കാനേ പാടില്ല കേട്ടോ. ഞാൻ കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോണതാണ്. പക്ഷെ ഞാൻ പിന്നെയും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. ഒന്ന് ശീലാക്കണം കേട്ടോ. പിന്നെ ഇനി മീമുക്കുട്ടീനെ വിളിക്കുക എന്നുള്ളതാണ്. മീമുക്കുട്ടിയെ വിളിക്കുക എന്നുള്ളത് ചില നേരത്ത് കുഴപ്പമുണ്ടാവില്ല. അവധി ദിവസങ്ങളിൽ എളുപ്പമാണ്. പക്ഷെ സ്കൂളുള്ള ദിവസം മീമക്കുട്ടിക്ക് ഭയങ്കര എന്താ മടി. ഇപ്പോൾ മടിയുണ്ടോ? ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ സൺഡേ ദിവസമൊക്കെ ഞാൻ വിളിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ അവിടെ കിടന്നുറങ്ങും കുറച്ച് നേരം. പിന്നെ ഒരു മീമക്കുട്ടീനെ പൊക്കിയെടുത്ത് നമ്മളിതാ വന്ന് മീമക്കുട്ടി ബ്രഷ് ചെയ്യണം. മീമക്കുട്ടി തന്നെ ബ്രഷ് ചെയ്യും കേട്ടോ. പക്ഷെ എന്നാലും അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ വൃത്തിയായി ബ്രഷ് ചെയ്യേണ്ട ഒരു പ്രായത്തിൽ നിന്ന് എനിക്ക് തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മീമക്കുട്ടി തന്നെ ബ്രഷ് ചെയ്താലും ഒന്നും കൂടി ബ്രഷ് ചെയ്യിക്കും കേട്ടോ. അപ്പോൾ ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞു. എനിക്കിനി സൺസ്ക്രീൻ ഇടണം. മോയ്സ്ചറൈസർ ഇട്ടു. സൺസ്ക്രീൻ ഇത് ന്യൂട്രിജീനയുടെ സ്റ്റിക്ക് സൺസ്ക്രീനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കുറച്ച് ഓയിലി ആയിട്ടുള്ളതാണ്, അത്ര നല്ലതല്ല കേട്ടോ. ഇത് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ച് നോക്കിയതാണ്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. I think we have to wash that again. Which one? അമ്മക്കുട്ടിയുടെ ചെരുപ്പ് കഴുകണം അത്ര. നമുക്ക് കഴുകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങി. അമ്മക്കുട്ടി റെഡിയായി. അമ്മക്കുട്ടി ഇപ്പോൾ തന്നെയാണ് കേട്ടോ റെഡിയാകുമ്പോൾ. എനിക്ക് തടുക്കുണ്ടോ? എനിക്ക് ചൂടെടുത്തിട്ട് വരാം. ലൈറ്റ് ഓഫ് ചെയ്തു. അപ്പം നമുക്ക് വണ്ടിയിൽ പോവാം. അവിടേക്ക് ആയിട്ട് വന്നിട്ടുണ്ടാവും. മൂഷേ പാടാതെ പാട്ടെല്ലാം പാടവന്തേ. റൈറ്റ് ആണല്ലോ. ഉഷാറായോ? അവർക്കൊക്കെ പോയോ? പോവാം. കണ്ണുറക്കാൻ പറ്റില്ലേ? അപ്പോൾ നമ്മളിവിടെ എത്തി. ഏട്ടൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പോവാടാ. കുഞ്ഞെന്താ കഴിക്കണേ? ഓടിപ്പോയത് ബ്രെഡാ. അപ്പോൾ നമുക്ക് കോളേജിൽ പല മെസ്സുകളുണ്ട് കേട്ടോ. ABCD അങ്ങനെ. അപ്പോൾ നമ്മൾ D മെസ്സിലാണ് യൂഷ്വലി വരിക. കാരണം ഇവിടെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കുറച്ചുകൂടി നല്ല സ്പേഷ്യസ് ആയിരുന്നു, കഴിക്കാനൊക്കെ ഭയങ്കര സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇവിടേക്കാണ് വരിക. പിന്നെ ഇവിടുത്തെ മെനു നമുക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ട് തോന്നാറുണ്ട്. ഇവിടെ കുറച്ചുകൂടി സൗത്ത് ഇന്ത്യൻ മെനു ആണ്. അപ്പോൾ മുട്ടയുണ്ട് കേട്ടോ സ്ഥിരമായിട്ട്. പുഴുങ്ങിയ മുട്ടയുണ്ട്, അതേപോലെ തന്നെ ഓംലെറ്റും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ ബോൺവിറ്റ ഉണ്ട്. ബോൺവിറ്റ ചൂട് പാലിൽ വേണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്ത് തരും. അതല്ലെങ്കിൽ തണുത്ത പാലിൽ വേണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യും. പഞ്ചസാര വേറെ മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അങ്ങനെ. പിന്നെ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ചട്നി, ദോശ,
സാമ്പാർ, പിന്നെ ഉരുളക്കിഴങ്ങ് ഭാജി, അങ്ങനെ. ചില ദിവസമൊക്കെ ഈ കടലക്കറി, അതായത് നമ്മുടെ ചന മസാലയില്ലേ, അത് അല്ല, ചന മസാലയല്ല, ചോളി ഭട്ടൂരില്ലേ, അതാണ് കേട്ടോ ഉണ്ടാവുക. അതായത് നമ്മുടെ വെള്ളക്കടലയുടെ കറിയും അതേപോലെ ഭട്ടൂരി, അതാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ എനിക്ക് അതിനേക്കാളും ഇഷ്ടം ദോശയാണ് കേട്ടോ. അത് നമുക്കിങ്ങനെ 2-3 നേരമൊക്കെ ലൈക്ക് കഴിക്കുമ്പോൾ മടുക്കും. 3 നേരം എന്നുള്ള രീതിയിൽ 2-3 തവണ വന്ന് കഴിക്കുമ്പോൾ തന്നെ മടുക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇമ്മക്കുട്ടിക്ക് ബ്രെഡാണ് ഏറ്റവും ഇഷ്ടം. വീട്ടിൽ ബ്രെഡ് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ക്യാൻറ്റീനിൽ വന്നാണ് ബ്രെഡാണ് കഴിക്കുക. അപ്പോൾ ഇത് ഇവിടെ ടോസ്റ്റ് ചെയ്യുന്നതുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ടോസ്റ്റ് ചെയ്ത് കഴിക്കാൻ കുട്ടിക്ക് നല്ല ഇഷ്ടമാണ്, നല്ല മുരിഞ്ഞു വരും. എന്നിട്ട് അതിൽ ബട്ടർ തേച്ചിട്ട് കഴിക്കും കേട്ടോ. ബട്ടറും തരും. ബട്ടർ 1 to 2 ക്യൂബ് വരെ നമുക്ക് ഇഷ്ടമുള്ള അത്ര തരും കേട്ടോ. പക്ഷെ 1 ക്യൂബ് മതിയല്ലോ അങ്ങനെ. അപ്പോൾ മുട്ടയും ബട്ടറും ബ്രെഡും കൂടിയിട്ടൊക്കെ ഇമ്മക്കുട്ടി കഴിക്കും. ഇടയ്ക്ക് ദോശയും കഴിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ. കുറേ പേരൊക്കെ കഴിച്ചു പോയി. ഇപ്പോൾ തിരക്ക് കുറവാണ്. ഇത് പരീക്ഷയുള്ള സമയം തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിന് മുന്നത്തെ ലീവുള്ള സമയത്ത് കുട്ടികളൊക്കെ പോയിട്ടുണ്ടാവും വീട്ടിലേക്ക്. അതിൻ്റെ തോന്നുന്നുണ്ട്. എന്തായാലും തിരക്ക് കുറവാണ് ഭയങ്കരമായിട്ട്. പക്ഷെ ചില സമയത്ത് നല്ല തിരക്കാണ് കേട്ടോ. എസ്പെഷ്യലി പ്രത്യേകമായിട്ട് നല്ല ടേസ്റ്റി മീലുകളൊക്കെ ഉള്ള പാനിപ്പൂരിയൊക്കെ ഉള്ള ദിവസങ്ങളുണ്ടാവും. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസമൊക്കെ നല്ല തിരക്കാണ്. പൂരിയുള്ള ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും കേട്ടോ. അപ്പോൾ ഏട്ടനും ഇമ്മക്കുട്ടി ഈ അറ്റത്ത് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കണ്ട ഏട്ടൻ പിന്നെ ഇതൊക്കെ ഉപേക്ഷിച്ചില്ലേ? എല്ലാം ഉപേക്ഷിച്ചാ? മറ്റേ സിനിമയിൽ മിയ പറയണോ അല്ലേ, തോന്നിയ സമയമായിരുന്നു. എനിക്കാകെ 32 വയസ്സായല്ലോ. ഇന്ന് ഇവിടെ കെലോക്സ് ഫുള്ള് കഴിച്ചു തീർത്തു കേട്ടോ. ഇതാനി ബ്രെഡ് ഉണ്ട്, ബട്ടർ ഉണ്ട്, മുട്ടയുണ്ട്. ഇഷ്ടമുള്ളത് കഴിച്ചോളൂ. അപ്പോൾ നമ്മുടെ ദോശയുടെ അത്ര എന്തായാലും വരില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ, കഴിക്കാം. ഞാൻ സാമ്പാർ എടുക്കാറില്ല. ഇവിടുത്തെ സാമ്പാർ എനിക്ക് അത്ര പറ്റാറില്ല. മധുരമുള്ള സാമ്പാറാണ്. അതെ, മറ്റേ ബ്ലഡി സ്വീറ്റ്. ദിസ് ഇസ് നൈസ്. ഉരുളക്കിഴങ്ങ് ഭാജി നമ്മുടെ പോലൊക്കെ തന്നെയാണ്. എന്താടാ ചട്നിയും ഓക്കെയാണ്. പഞ്ചസാര വേറെ വെച്ചിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. കുഴപ്പമില്ല. 50 രൂപയാണ് ഒരു നേരത്തെ ഫുഡിന്. ആ ഒരു ഇതിലൊന്നും നല്ലതല്ല കേട്ടോ. ക്യാൻറ്റീൻ ദോശയുണ്ട്, ബാജിയുണ്ട്, സാമ്പാറുണ്ട്, ചട്നിയുണ്ട്, പിന്നെ 2 മുട്ട. അത് നമുക്ക് ചൂസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ പുഴുങ്ങിയതെടുക്കാം, അല്ലെങ്കിൽ ഓംലെറ്റ് പോലെയുള്ള എടുക്കാം. പിന്നെ കാപ്പി എടുക്കാം, ചായ എടുക്കാം, ബോൺവിറ്റ, കെലോക്സ്. അപ്പോൾ ഇതിനകത്തുനിന്ന് എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. മുട്ട മാത്രമേ ലിമിറ്റേഷനുള്ളൂ, അൺലിമിറ്റഡ് ആയിട്ട് തരാത്തത് അല്ലേ. മുട്ടയും ബട്ടറും. ഇനിയിപ്പോൾ നമ്മൾ വേറെ ഒന്നും എടുക്കുന്നില്ല, മുട്ട മാത്രം മതി. അത് കൂടുതൽ തരും കേട്ടോ. ഞാൻ ഒരു പയ്യനെ കണ്ടിട്ടുണ്ടായിരുന്നു. എത്ര ഉണ്ടായിരുന്നു കേട്ടോ? 5 മുട്ടയോ 6 മുട്ട എടുത്തു. വേറെ ഒന്നും എടുത്തില്ല. ആളല്ല അതിൽ തന്നെ അത് മാത്രം കഴിച്ചു. ആളൊരു ജിമ്മനാണ്, ഡെയിലി പ്രോട്ടീനിന് വേണ്ടിയിട്ട്, പാവം. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കാം, ഭയങ്കര നല്ലതാണ്. നമ്മളെ ഏട്ടനെ ഡ്രോപ്പ് ചെയ്തു. ഇത് എനിക്കിവിടെ ഇഷ്ടമുള്ളൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുവരെ നല്ല രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. എല്ലാ സ്ഥലവും നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു കുഞ്ഞു ഗാർഡൻ പോലെ ചെയ്തിട്ടുള്ളതാണ്. എന്താ കുറേ ഉറുമ്പുണ്ടാവും. അത് സാരില്ല. എന്താണെന്നറിയോ, പ്ലേ സ്കൂളിൽ നിന്ന് കുട്ടികളെല്ലാവരും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് കളിക്കാനല്ലേ കൊണ്ടുവന്നോടെ. കാണിച്ചു തരാനോ? ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ആടാ, ഇത് കണ്ടോ, ഈ മരല്ലേ, മരത്തിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. ശരിക്കും ഒരു പ്ലാസ്റ്റിക് പൂ പോലെയില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെയില്ലേ പൂവെന്ന്. പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് ക്യാൻസൊക്കെ റീസൈക്കിൾ ചെയ്യേണ്ടതൊക്കെ ഇവിടെയാണ് ഇടുക. പിന്നെ ഇതാ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ബാടാ, ഇവിടെ നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അല്ലേ. വരൂ, ഇവിടെ ഉണ്ട്. ഇപ്പോൾ ചെടി നനയ്ക്കുന്ന സമയമാണ്. ഇതെവിടെ ഇങ്ങനെ ടയർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം കേട്ടോ നമുക്കുട്ടി. നമുക്കൊരു വീട് മാറിയ ശേഷം ഉണ്ടാക്കാം.
Take one tire. Take that towel. Tire. Take one question. Cover the question with a blanket. Put it inside. Okay. It's a chair. ഇത് നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. ഈ ഒരു ഭാഗം ഇങ്ങനെ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുള്ളതാണ്. കുറേ ഉണ്ട് കേട്ടോ. ഞാൻ ഒരു തവണ ക്യാമ്പസ് ടൂർ പോലെ കാണിച്ചു തരാം. എന്ത് രസമാണെന്ന് അറിയോ ഇവിടെ ചെടികളൊക്കെ വെച്ചിരിക്കുന്ന കാണാനായിട്ട്. അങ്ങോട്ടേക്കും ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. കണ്ടോ വെള്ളം സ്പ്രിംഗ്ലർ പോലെ ആക്കി എടുത്തിരിക്കുകയാണ്. ഇവിടെ കൂടുതൽ ഇങ്ങനെ വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ചെടികളെല്ലാം സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ ഈ കലമ വെള്ളേ വെള്ളത്തിൽ കളിക്കുക. ഇതാ ഇവിടെ കണ്ടോ പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ചെടി. ഇതിൻ്റെ അല്ല, വേറെ നമ്മൾ വേറെ ഇവിടെ നിന്ന് കിട്ടിയപ്പോൾ നട്ടതാണ്. ഇത് കണ്ടോ, ഇത് ഇവിടെ ആർക്കെങ്കിലും വെള്ളം വേണമെങ്കിൽ വന്ന് എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത് കൂടാണ്ട് എലികൾക്ക് വേണ്ടിയിട്ട് വേറെ വെക്കും. കണ്ടോ ബോട്ടിൽസ് വെച്ചിട്ട് വേസ്റ്റ് പ്രോഡക്ട്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. നല്ല രസമല്ലേ കാണാൻ? I love it here. നല്ല പീസ്ഫുൾ ആൻഡ് കാം അല്ലേ. പിന്നെ ആ ഭാഗമുണ്ട്. വേണം നമുക്ക് അവിടെ നിന്ന് എടുക്കാം. Wow, look at this house. ഇതല്ലേ രസമല്ലേ. You want to climb? വേണ്ട, അമ്മയ്ക്ക് വേണ്ട. കുഞ്ഞിന് ക്ലൈംബ് ചെയ്യണോ? Why can't you come? അമ്മയില്ല ബേബി. കുഞ്ഞു വേണമെങ്കിൽ ക്ലൈംബ് ചെയ്ത് അവിടെ നിന്നോളൂ. ചെടിയിലൊന്നും പറിച്ച് പിടിക്കരുത് കേട്ടോ. I can do that. നോക്കട്ടെ. That was so easy. I thought I would slip down. എന്താ കൈ എടുക്കൂ. I thought I would slip down. ഇല്ല. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. We could use this. Reuse, reduce, recycle എന്നാണ് കേട്ടോ അടുത്ത തീം. I know. Inside this there are plastic bottles. Plastic bottles അല്ലേ? They have the plastic bottles. Or these kind of. ഇത് രസാ ചെടികളൊക്കെ. ക്യൂട്ടല്ലേ ബേബി? അടുത്ത തവണ നമുക്ക് ഫോട്ടോ വരുമ്പോൾ ഇവിടുന്ന് എടുക്കാം. ഇവിടുന്ന് എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ആ ഭാഗത്തു നിന്നുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് എടുക്കാം നമുക്ക്. ക്യൂട്ട് നോ? കുഞ്ഞിന് ഇഷ്ടമായിടാ? പോവാ നമുക്ക്. കോളേജിന്റെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. അത് ഫ്രണ്ടിൽ മാത്രമല്ല, കോളേജിൽ മൊത്തം നല്ല രസമാണ് കാണാനായിട്ട്. ഈ ഒരു ഭാഗം ഭയങ്കര സ്പെഷ്യൽ. എന്ത് കൂളിംഗ് എഫക്റ്റാണെന്നറിയോ? അതുകൊണ്ടോ ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട്. അതാണ് നമുക്ക് ഒരു ടൂറ് പോലെ ചെയ്യാം കേട്ടോ. ക്യാമ്പസ് ടൂർ. ഞാൻ ആദ്യം ഇങ്ങനെ സംശയിച്ചിട്ടായിരുന്നു ചെയ്യാൻ പാടുമെന്നുള്ളത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇഷ്ടംപോലെ ആളുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ കുട്ടികൾ ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് തോന്നി. അങ്ങനെ അത് നമുക്ക് പതിയെ ചെയ്യാം. പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം. ഇതാണ് കോളേജിലേക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളിൽ ഒന്ന്. ഇതാണ് എനിക്ക് കോളേജിൽ ഇഷ്ടപ്പെട്ട ഭാഗങ്ങളിൽ ഒന്ന്. നിമ്മക്കുട്ടിക്ക് ഏതാ ഇഷ്ടം? ഓർമ്മയുണ്ടായിരുന്നോ? എനിക്കിഷ്ടമായി. പക്ഷെ എൻ്റെ കാലിൻ്റെ അടിയിൽ ഇപ്പോൾ ചൊറിയാൻ തുടങ്ങാം. ഉറുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കറിയില്ല കേട്ടെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളുടെ ആണോ അത് മുക്കുട്ടിയുടെ ആണോ എന്നല്ല. അങ്ങനെ നമുക്കിങ്ങനെ സാറ്റിസ്ഫൈഡ് ആവാനായിട്ട് ഭയങ്കര പാടാണ്. എല്ലാത്തിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും അല്ലേ? എല്ലാത്തിനും ഇല്ല, ചിലതിന് മാത്രം. പോവാ എന്നാ. അത് ഗസ്റ്റ് ഹൗസിന് അവിടെ ഉണ്ട്. അത് എല വന്നു എന്നല്ലേ പറയുന്നത് ഷൂസിനകത്ത്? സാരില്ല, അതൊരു എലിയല്ലേ. നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഓക്കെ. ഞാൻ ചേട്ടൻ കണ്ടോ വെള്ളം നനയ്ക്കണേ. എന്നൊക്കെ പ്രത്യേക ആളുകളുണ്ട്. നല്ല രസമാണ് ഇവിടുത്തെ മെയിൻ്റെനൻസ്. ഭയങ്കര അടിപൊളിയാണ്. വെറുതെ ചെടി നടുക എന്നുള്ള രീതിക്ക് മാത്രം നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇവിടെ പോവാം. നമുക്ക് കപ്പലിന് മിഠായി ഉണ്ടാക്കാടാ. ഇപ്പോഴോ? പോയിട്ട്. ഓക്കെ.